അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മണവാട്ടിയുമായി സിനാൻ കടന്നു വന്നു. മണവാട്ടിയെ മണിയറയിൽ ഉമ്മ കൊണ്ടുപോയി. അതിനിടയിൽ സിനാൻ ആരൊക്കെയോ തിരയുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. മണവാട്ടിയുടെ കൂടെ വന്നവരെല്ലാം അതാ പിരിഞ്ഞു പോയി തുടങ്ങി. ഉമ്മയുടെ മനസ്സിൽ ആനന്ദം. ഷാഹിന, നല്ല പേര്. പുതിയ മരുവളുടെ പേര് റഷീദ് ഉമ്മക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഷാഹിന മോളെ, ഇത് കുടിക്ക്. മോൾക്ക് വേണ്ടി പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നു റഷീദ് ഉമ്മ. എന്തെന്നറിയില്ല, ഷാഹിനിയോട് വല്ലാത്ത രീതിയിലുള്ള ഒരു സ്നേഹം ഉമ്മാക്ക്. കൂടെ ഇരിക്കുന്നു, അവളുടെ ആഭരണങ്ങളൊക്കെ നോക്കുന്നു. കണ്ടില്ലേ മക്കളെ, ഇതാണ് എൻ്റെ മരുവള്. കണ്ടില്ലേ ഷാഹിന മോളെ, മോള് കുടിക്ക്. ആളുകളുടെ തിരക്ക് അവിടെ കൂടുതലുണ്ടായിരുന്നു. എല്ലാവരും മണവാട്ടിയെ ഒരു നോക്കു കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഉമ്മാക്ക് പെരുത്ത സന്തോഷം. അപ്പോഴാണ് ഉമ്മയുടെ മനസ്സിന് സന്തോഷവും ആനന്ദവും കൂടി തുടങ്ങിയത്. ഞാനിപ്പോൾ ആരാ, എൻ്റെ മരുവളെ കൂടെ ഒന്ന് ഇരിക്കട്ടെ. മോളെ ഷാഹിന, വളരെയധികം സ്നേഹത്തോടെയാണ് അവളെ വിളിച്ചിരുന്നത്. മോളെ, എല്ലാവരെയും പരിചയപ്പെടുത്തി തരാട്ടോ. മോൾക്ക് ഇവിടെ ഒരു കുറവും വരൂല. മോൾ ഇവിടെ രാജകുമാരിയെ പോലെ ജീവിക്കും. എന്താ? അവൾ നാണിച്ച് തലതാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും പറഞ്ഞു, ആ മരുവളൊരു ഭാഗ്യം. കാരണം എന്താ, പുതിയാപ്പിള ഏതായാലും ഒന്ന് കെട്ടിക്കണ്. ഇനിയിപ്പോൾ ഇവളിപ്പോൾ രണ്ടാമത്തോള്, ഇവൾക്ക് കാര്യമായിട്ട് പണിയും കാറൊന്നും ഉണ്ടാവില്ല. കാരണം ഒക്കെ വലിയോളെടുക്കുവേ. പിന്നെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയാണ് വലുത്. ഇവളെ സ്വഭാവമൊക്കെ ഇനി എന്തൊക്കെയും തന്നെ ആവും. താത്ത, ഇങ്ങളും മരുവളൊരു ഫോട്ടോ എടുക്കട്ടെ. അതിനെന്താ, വാ മോളെ. ഷാഹിനിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഉമ്മ ഇരിക്കുന്നു. എടുത്തോ, എല്ലാവർക്കും സ്റ്റാറ്റസ് ഇട്ടോളി. എല്ലാവരും കാണട്ടെ എൻ്റെ പുതിയ മരുവളെ എല്ലാവരും. അല്ല, ഈ സിനാനി വൈക്ക് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. പുതിയനെ കൊണ്ടുവന്നാക്കിന്ന് വെച്ചിട്ട് ഓൻ ഇവിടേക്കൊന്നും വരുന്നുമില്ല. എവിടെ ഓന് തിരക്കിൽ ഓൻ്റെ ചെങ്ങായിമാരും പോയിട്ടുണ്ടാവേ. സിനാൻ ഓനൊന്ന് വിളിക്കുമോ? ഉമ്മ കുറെ കാത്തിരിക്കുന്നു അവനെ. ഓനും എൻ്റെ തിരക്കും ചെങ്ങായിമാരും. ഓന് പുതിയണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഒരു ഫോട്ടോ എടുക്കാൻ പോലും. എല്ലാവരും മണവാട്ടിയെ ഫോട്ടോ എടുക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ തരക്കടില്ല. റഷീദുമ്മക്ക് തലങ്ങും വലങ്ങും 2 മരുക്കളാ. മോൻ എന്നാലെന്താ 2 മരുക്കളെ കിട്ടിയത്. ഓരോ ഭാഗ്യം, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. പലരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട്. സമയം രാത്രിയായി തുടങ്ങി. ആളുകളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. മണവാട്ടിയെ ഒരു നോക്കു കാണാൻ ആഗ്രഹിച്ചവരെല്ലാം കണ്ടു പിരിഞ്ഞു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സിനാനദാ അങ്ങോട്ട് മണിയറയിലേക്ക് കടന്നു വരുന്നു. ഉമ്മയും ഉമ്മയുടെ ഫാമിലിയും കുറച്ച് അവിടെയുണ്ട്. സിനാൻ വരുന്നുണ്ട് താത്ത. തന്നെ, എവിടെ എൻ്റെ മോനെ? എന്നാലും എൻ്റെ മോനൊന്ന് അഭിനന്ദിക്കണം. കാരണം എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യൂല. അത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്താ പറഞ്ഞത്, അതെൻ്റെ കുട്ടി. അങ്ങനെയാണ് ആമക്കളാവുമ്പോൾ ഉമ്മാർ പറഞ്ഞതിനനുസരിച്ച് നിൽക്കണം. ഇപ്പോൾ കണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്നത് എൻ്റെ കുട്ടി നിറവേറ്റിയതാ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കണം. അതും നല്ല തറവാടും സ്വത്തും ഒക്കെ ഉള്ള നല്ലൊരു പെണ്ണിനെ. പുറത്ത് നല്ല ഒച്ചപ്പാടുണ്ട്. പന്തുകൾ കഴിക്കുന്നതും ടേബിളും ചെമ്പുകളും പാത്രങ്ങളുമെല്ലാം അട്ടിവെക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ് എല്ലാവരും. സിനാൻ മണവാളനായി അതാ മണിയറയിലേക്ക് കയറി വരുന്നു. താത്ത, സിനു എല്ലാം ഇട്ടാ. എൻ്റെ കുട്ടി വരട്ടെ. മോനെ. ഉമ്മ സന്തോഷത്തോടു കൂടി അവൻ്റെ അടുക്കിലേക്ക് നീങ്ങി. ഉമ്മ, ഇത്താത്തമാരെ മൂത്തന്മാരും ഇളാന്മാരൊന്നും ഇന്ന് പോകണ്ടിട്ടോ ആരും. എല്ലാവരും ഇന്നിവിടെ കൂടിക്കോളി. ഇന്ന് നമുക്കൊരു സന്തോഷ ദിവസമല്ലേ. എന്ത് ആയിക്കോട്ടെ മോനെ, ഞങ്ങൾ ഇനി പിന്നെ വരണ്ടേ. അല്ലേ, നമുക്കിവിടെ റൂമുണ്ടല്ലോ, എല്ലാവരും ഇവിടെ തന്നെ നിന്നോളി. എന്തേ? സിനാൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു ഉപദേശം കേട്ട് എല്ലാവരും പറഞ്ഞു, അല്ലെങ്കിൽ ഓനക്ക് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. ഓന് എല്ലാവരും പോലല്ല, അങ്ങനെ നിൽക്കാൻ നിർബന്ധിക്കും. അല്ലെങ്കിലും വലിയ പൂതിയാണ് അവനക്ക്. മണവാട്ടിയെ, ഈ കേൾക്കുന്നുണ്ടാ ഉമ്മയുടെ ചോദ്യം. പിന്നെ എൻ്റെ പുതിയാപ്പിളിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്ന് കേട്ടല്ലോ. സിനാൻ ഉമ്മയുടെ അടുക്കലായി ഇരുന്നു. മോനെ, അവിടെയല്ലടാ, ഇവിടെ ഇരിക്കേ. അല്ലമ്മ, നിങ്ങളല്ലേ എനിക്ക് ഈ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി മുൻകൈ എടുത്തത്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ കൂടെ, എൻ്റെ ഉമ്മയുടെ അപ്പുറത്തായിട്ട് അവളും ഇപ്പുറത്തായിട്ട് ഞാനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ബഹുമാനം ഉണ്ടാകുക. എന്തേ? എൻ്റെ മോൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ഓൻ അങ്ങനെ തന്നെയാണ്. എന്നെ വെറുപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിക്കും ഓൻ നിൽക്കൂല. ഓന് എപ്പോഴും ഞാനങ്ങനെ വേണം. അങ്ങനെ വളർത്തിയതല്ലേ. അങ്ങനെ വളർത്തിയ കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവും.
ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഓനൊരു കാര്യം ചെയ്യൂല. ഉമ്മ അവൻ ഉമ്മയുടെ കൈ പിടിച്ചു. ഉമ്മയുടെ ആഗ്രഹമൊക്കെ ഞാൻ സാധിപ്പിച്ചു തന്നില്ലേ? ആ മോനെ, പൊന്നു മോനെ, എൻ്റെ കുട്ടിക്കനെ ഇത് കഴിയുള്ളൂ. അവൻ്റെ നെറുകയിൽ ഉമ്മ ചുംബിച്ചു. മോനെ, ഇമ്മാൻ്റെ കുട്ടി ഇമ്മക്കനുസരിച്ച് നിൽക്കുള്ളൂ, അതെനിക്ക് നന്നായിട്ടറിയാം. നിൽക്കുകയും ചെയ്തു. റാഹത്തായി. ഇനിയിപ്പം മരിച്ചാലും വേണ്ടിയിരിക്കും. ഉമ്മ നിങ്ങളങ്ങനെ മരിക്കാൻ പാടില്ല പെട്ടെന്ന്. പഠിച്ചോനെ ഇമ്മ, അതൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു തുടക്കമല്ലേ റബ്ബേ. ഞങ്ങൾ കൂടെ ജീവിതാവസാനം വരെ ഉമ്മ ഉണ്ടാകണം, അതാണ് എൻ്റെ നിർബന്ധം. കണ്ടീല മക്കളെ, ഈ ഒരു വാക്ക് പോരെ. മക്കളായാലും ഇങ്ങനെ സ്നേഹം വേണം എല്ലാവരുടെയും മുമ്പെന്ന് അതാ റഷീദ ഉമ്മ പറയുന്നു. ഉമ്മ നിങ്ങളൊന്ന് എൻ്റെ കൂടെ വരി, ഒന്ന് താഴത്തേക്ക്. എൻ്റെ ഉമ്മ മോനെ വരി, ഒന്ന് ഉമ്മാനൊന്ന് ശരിക്കും നിങ്ങൾക്ക് കാണണം. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. മക്കളെ നിങ്ങളെല്ലാവരും ഇവിടെ ഷൈനൻ്റെ തിരിക്കിട്ടോ, ഞങ്ങളിപ്പോൾ വരാം. ഞാനും മോനക്ക് എന്തോ കാര്യപ്പെട്ട് പറയാണ്ട്. അങ്ങനെ ഉമ്മയും സിനാനും അതാ പോകുന്നു. ഉമ്മാൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലേ? ആ മോനെ തന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ, എൻ്റെ കുട്ടി നന്നാവും. എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തു. ഉമ്മക്ക് ഇഷ്ടപ്പെട്ട വലിയ തറവാട്ടിൽ നിന്ന് സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടി ഇവിടെ രാജകുമാരിയായി നിർത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ചെയ്തു. ഉമ്മ, ഇനി ഞാൻ ഉമ്മയോട് ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് ഉമ്മ അതിൻ്റെ ഉത്തരം തരണം. പറ മോനെ, എൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഉമ്മ തരുമല്ലോ. അപ്പോൾ അവിടെ ഷാഹിനയോട് സംസാരിക്കുന്ന രീതിയിൽ എല്ലാവരും അവളോട് വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. താഴെ ഉമ്മയും അവനും തനിച്ച് ആ റൂമിൽ. ഉമ്മ, എൻ്റെ മുഹ്സിനെവിടെ? തൻ്റെ മോൻ സിനാൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ ഒന്ന് ഞെട്ടി. ഓള് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുവരെ ഇവിടെ സജീവമായിട്ടുണ്ടാവുമല്ലോ. ഉമ്മ, ഞാൻ കണ്ടില്ല. പലയിടത്തും ഞാൻ നോക്കിയല്ലോ, അവൾ ഇവിടെ ഇല്ലല്ലോ. അത് കേട്ട് ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ മോനെ സിനാനെ ഈ പറയണത്? ഇന്ന് തന്നെ ഓളെ കുറിച്ച് അന്വേഷിക്കാൻ ഈ പാടുണ്ടോ? ചെല്ല്, ഓളെ എടുത്തേക്ക് ചെല്ല് മണിയറിയിക്ക്. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ഇന്ന് തന്നെ ഈ ഓളെ ചോദിക്കാൻ പാടുണ്ട്. എൻ്റെ പൊന്നാര സിനാനെ, എനിക്ക് കുറ്റം കിട്ടും ചെക്ക. ഉമ്മാൻ്റെ ഇഷ്ടങ്ങളും എല്ലാം ഞാൻ സാധിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉമ്മാക്കൊന്ന് ഉത്തരം തന്നൂടെ? ഉമ്മ, അവൻ്റെ കണ്ണുകൾ നിറയുന്നതായിട്ട് ഉമ്മ കണ്ടു. ഉമ്മ പറയൂ, എവിടെ മുഹ്സി എവിടെ? മോനെ, എൻ്റെ പൊന്നാര കുട്ടിയെ, ഇവിടെ ഉണ്ടായിരുന്നു. ഓൾക്ക് ചെറിയൊരു തലകർക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടേ അങ്ങനെ ഇവിടെ വെള്ളം കൊടുത്ത് നിന്നിന്, പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എവിടെ മുഹ്സി? എവിടെ മുഹ്സിയെ? ഉമ്മ സ്നേഹത്തോട് തന്നെ അവളെ വിളിച്ചുകൊണ്ട് നടന്നു. അല്ല താത്തങ്ങൾ അറിഞ്ഞില്ലേ മോൾക്ക് ചെറിയ തലക്കറക്കുണ്ടായിട്ട് ഓളും മോൾട്ടിയും കൂടി ഇപ്പം കൂടി പോയില്ലേ ഹോസ്പിറ്റലിക്ക്? തന്നെ അതേ അറിഞ്ഞിട്ടില്ലല്ലോ മോനെ. എടാ സിനോ, ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. ഓൾക്ക് ചെറിയൊരു തലകറക്കുണ്ടേ. ഞാൻ കഞ്ഞിവെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ കെടുത്തിയതായിരുന്നു. ഉമ്മ, ഓൾക്ക് എന്തിനാ തല കറങ്ങിയത്? ഓൾക്ക് അങ്ങനത്തെ പ്രോബ്ലം ഇല്ലല്ലോ മോനെ. ആദ്യം ഒച്ചപ്പാടും ബഹളമെല്ലാം കൂടി ഇങ്ങോട്ട് ആയിട്ട് ഓൾക്ക് ശീലമില്ലായിട്ടല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ കഞ്ഞിവെള്ളവും കുപ്പിട്ടൊക്കെ കൊടുത്ത് റെഡി ആയി തുടങ്ങിയേനു. പിന്നെ ഇപ്പം എന്ത് ഗ്ലൂക്കോസ് ഏറ്റവും കയറ്റാൻ പോയി എന്താവും? ഉമ്മ, എങ്ങോട്ട് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോയത്? എൻ്റെ പൊന്നാര സിനാനെ, ഓലിപ്പം ഇങ്ങോട്ട് വരും. ഈ വഷളാക്കല്ലോ രംഗം. ഓലിപ്പം ഇങ്ങോട്ട് വരും. ഈ പെണ്ണിൻ്റെ അടുത്ത് കയറി ചെല്ലേ. ആ തറവാട്ട് നല്ലൊരു പെൺകുട്ടിനെ കെട്ടിക്കൊടുങ്ങാണ്ട് ഈ ഓളെടുത്ത് പോയി ഇരിക്കും കൂടെ ചെയ്യാതെ എന്താ പിന്നോട് ഇങ്ങനെ ഈ ചോദിക്കണത്? ഉമ്മ സത്യം പറയും ഉമ്മ, എൻ്റെ പെറ്റും ഉമ്മ അല്ല നിങ്ങൾ. സത്യം പറയും. എൻ്റെ പൊന്നുമോൻ, എൻ്റെ സിനാനെ, ആൾക്കാരടിയിലൊക്കെ എന്നെക്കുറിച്ച് നല്ലത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ എന്തിനെ ഇങ്ങനെ ഇതാക്കണേ? അല്ല ഉമ്മ, മുഹ്സിനെ കാണണം. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കുറേ ദിവസമായി ഉമ്മ വിളിച്ചിട്ടും പറഞ്ഞിട്ടും എന്തെങ്കിലും വേണ്ടിയിട്ടും ഉമ്മാരുടെ ഇഷ്ടത്തിന് അങ്ങനെ ഞാൻ നിൽക്കുമായിരുന്നു. എനിക്കുമ്മ മുഹ്സിനെ കാണണം. സിനാൻ്റെ ആ ഒരു വാക്കുകൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ വീണ്ടും ശ്രദ്ധിച്ചു. എന്ത് കാര്യത്തിലാണ് സിനാൻ ഈ കരയണത്? ആണുങ്ങളെങ്ങനെ കരയാൻ പാടുണ്ടോ? അല്ലുമ്മ, അവളെവിടെ? എനിക്കറിയണം. അവൻ പെട്ടെന്ന് തന്നെ അതാ ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉപ്പയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അല്ലാ, ഇതാരും സിനു ആണല്ലോ. ഹലോ. ഉപ്പ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഉപ്പ, നിങ്ങളെവിടെ? മോനെ, ഞാനും മോൾട്ടിയും മുഹ്സിക്ക് ഒരു തലകറക്കൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു നിൽക്കുകയാണ്. എങ്ങോട്ടാണ്? മിംസൊക്കെ പോകുന്നത്. ഉപ്പ, എന്താ പ്രശ്നം വല്ലതും? അതൊന്നുമില്ലടാ, ഒരു തലകറക്കം. മോൾട്ടി ചോദിച്ചു. ആരാ ഉപ്പ? മോനാണ്. ആര്? സിനാനോ? ഓനെന്താ അങ്ങനെ ചോദിച്ചത്?
ഓ, ഓനങ്ങനെ ചോദിക്കാൻ പറ്റിയൊരു ടീമും. ഓൻ കാട്ടിക്കൂട്ടിയതും പോരാ ഇപ്പോൾ ഓളെ വിശേഷം. വേണ്ടപ്പാ, ഒരിക്കലും ഇനി ഓനെ കാണിച്ചു കൊടുക്കരുത്. അതാ വേണ്ടത്. നമുക്ക് ഇവിടെ സുഖം പ്രാപിച്ചിട്ട് നമുക്ക് വേറെ കല്യാണം ഉണ്ടാക്കി കെട്ടിച്ചു വിടണം. അതുവരെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഒരു വാടകയ്ക്ക് ഞങ്ങളൊരു വീടെടുത്ത് നിന്നാലും വേണ്ടിയില്ല. ഓളെ ഞാൻ നോക്കിക്കൊണ്ട് നല്ല ബന്ധം വരുമ്പോൾ കെട്ടിച്ചു വിടണം. പാവം കുട്ടിയാണ്, ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. മോളെ നോക്കുക നമുക്ക്. പെട്ടെന്ന് സിസ്റ്റർ അങ്ങോട്ട് വന്നു. ഹലോ, മുഹ്സിനയുടെ കൂടെ ഒന്ന് വരുമോ? ആ ഓക്കെ മോൾട്ടി, ചെല്ലും മോൾട്ടി. മോൾട്ടി അകത്തേക്ക് കയറി. മോൾട്ടിക്ക് ബോധം ശരിക്ക് റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടെയുള്ള പോക്ക് ഇപ്പോൾ വളരെ കുറവാണ്. എന്ത് സംസാരിക്കണമെന്ന് പറയുന്നു. ഇത്താ, മോൾട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആ എന്താ മോൾട്ടിയെ? ഇത്താ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോളെ? മോൾ എന്തായാലും പറ. ഞാൻ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ, പെട്ടെന്ന് പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനും ചെയ്യാനും കഴിയൂല. നിങ്ങൾ പറയണം സിനുവിനോട്. എന്ത് മോളെ? സിനു കെട്ടിയ പുതിയ പെണ്ണുമായി നല്ല രീതിയിൽ ജീവിക്കാൻ അവരോട് പറയണം. എനിക്ക് പൊരുത്തുണ്ടെന്ന് പറഞ്ഞേക്കൂ. എനിക്ക് മോളെ എന്തൊക്കെയാ ഈ പറയണത്? നിനക്ക് പൊരുത്തുണ്ടെന്നോ? ആ, അതൊക്കെ പൊരുത്തുണ്ടോ ഇല്ലെന്ന് പഠിച്ചോനറിയാം. എൻ്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടെന്നുള്ളത്. ഈ എൻ്റെ നാവുകൊണ്ട് പറയണ്ടെങ്കിലും എൻ്റെ മനസ്സിനുള്ളിൽ എന്താ എനിക്കറിയാം. എൻ്റെ റബ്ബേ, തിരക്കിട്ട് പോളൂ അതാ പറയണത്. അതേ പൊന്നാരൻ്റെ മുഹ്സിയെ, എൻ്റെ കാര്യങ്ങളിൽ ഇജൊരു ടെൻഷനും ആവണ്ട. ഓല കാര്യം നോക്കിക്കോട്ടെ, ഞമ്മക്ക് നമ്മളെ കാര്യം നോക്കാണ്ട്. ഇനി ഞാനും നീയും ഓരോരുത്താണ് താമസിക്കണത്. ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുമല്ല, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുമല്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട്ടിൽ ഒരു വില്ലയിൽ നിൽക്കണം. എന്താ പറ്റൂലേ അനക്ക്? ഇത്താത്ത, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? എന്ത് ബുദ്ധിമുട്ട് മോളെ? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ ആരെടുത്ത് എങ്ങനെ തന്നെ ആയാലും നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ കാര്യം ഞാൻ ഒപ്പി നോക്കും. എന്താ, എൻ്റെ മാപ്പിൾക്കേ അത്യാവശ്യം ശമ്പളം പൈസക്കുള്ള ആളാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ ഒരു മണിമാളിക പണിയാം. അതൊന്നും വിഷയമൊന്നുമില്ല. വീടെടുത്ത് അവിടെ തുടങ്ങണമുണ്ട്. എൻ്റെ സ്വന്തം വീട് പണി അവിടെ തുടങ്ങി ചെയ്തിക്കണ്. എന്താ, എനിക്കെൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കൂടെ? എൻ്റെ കൂടെ ഈ ജീവിക്കും. എന്താ, എനിക്ക് പറ്റൂലേ? അന്നെ നല്ലൊരു പുതിയാപ്പിളിനെ കൊണ്ട് കെട്ടിച്ച് വിട്ടിട്ട് ഇനി ഞാൻ ഗൾഫിൽ തന്നെ പോവുള്ളൂ. നോക്കിക്കോ, ഇതാണ് വാക്ക്. ഇത് സാനിയാൻ്റെ വാക്കാണ്. ഇത് മറക്കണ്ട. മോൾട്ടിക്ക് ആശ്വാസം തോന്നി തുടങ്ങി. പഠിച്ചോനെ, എനിക്കൊരിടമുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ അവളുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ അതവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ല, രാത്രിയാണ് സമയം. എൻ്റെ സിനു അവളുമായി രാത്രി ഒരുമിച്ച് കഴിയുന്ന നിമിഷങ്ങൾ അവൾക്ക് വീണ്ടും കൂടുതലായിട്ട് ടെൻഷൻ കൂടിക്കൂടി വരുന്നു. ഡോക്ടർ പറഞ്ഞു, കാര്യമായിട്ട് എന്തോ ചിന്തയുണ്ട്. അല്ലാതെ ഈ ഒരു പേഷ്യൻറ്റിനെ ഇത്രയധികം ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യം കാണുന്നില്ല. കാരണം ഭർത്താവിൻ്റെ പെങ്ങളുണ്ട്, കൂടെ ഭർത്താവിൻ്റെ ഉപ്പയുണ്ട്. ഇത്രയധികം കെയർ ചെയ്യുന്ന ഒരു ഫാമിലിയെ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം ഉമ്മയും ഉപ്പയും ആങ്ങളമാരൊക്കെ ഉണ്ടാവുന്നല്ലാതെ ഇത് ഭർത്താവിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് ഭർത്താവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇത്രമാത്രം കെയർ ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു പഠനം അത് ഒന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും കുട്ടിക്ക് കാര്യമായിട്ട് മനസ്സിനകത്ത് എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റും അവൾക്കുണ്ട്. അതും ഇതും കൂടെയൊക്കെ കൂടിച്ചേർന്ന് അതൊരു കോമ സ്റ്റേജിലേക്ക് എത്തുന്ന അവസ്ഥയിൽ വീണ്ടും വരും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ ടെൻഷൻ വന്നില്ലേ കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷെ അത് ഇടയ്ക്കൊന്ന് ആലോചിക്കുന്നുണ്ട്. അതിനുള്ള ആ ഒരു ആലോചനക്കുള്ള വകുപ്പ് ഇല്ലാതാക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ടെൻഷൻ കൂടിയിട്ട് ആ കുട്ടി ഒരിക്കലും കണ്ണു തുറക്കാത്ത, അല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ കഴിയേണ്ട അവസ്ഥ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കുട്ടിയെ ആ ഒരു ഓർമ്മയിൽ നിന്ന് വിമുക്തമാക്കുക എന്നാണ്. സത്യം പറ, നിങ്ങളുടെ കുട്ടിക്ക് എന്തോ ഒരു ഷോക്ക് നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ടല്ലോ. നിങ്ങൾക്കതറിയാം, ശരിക്കും നിങ്ങൾക്കത് അറിയാമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തോളാം. ഡോക്ടർ ഉപ്പയോടും
മോൾട്ടിയോടുമായാണ് അത് പറഞ്ഞത്. ആ ഉപ്പ എങ്ങനെ പറയും, മോൾട്ടി എങ്ങനെ പറയും സ്വന്തം ആങ്ങളെക്കുറിച്ച് കുറ്റം? സ്വന്തം മകനെക്കുറിച്ച് ആ ഉപ്പ കുറ്റം പറയുമോ? ഡോക്ടറുടെ ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരമില്ലായിരുന്നു. പറയണം മിസ്റ്റർ, എന്താണ് മുഹസിനക്ക് സംഭവിച്ചത്? 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയധികം വിഷമിക്കാൻ എന്താണ് കാരണം? അവളുടെ ഹൃദയത്തിൽ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു വേദന നിറഞ്ഞു നിൽപ്പുണ്ട്. പറയണം നിങ്ങൾ, എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്? അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ അവളെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവൾ വഴി മാറിയേക്കാം. അതിനു മുമ്പായിട്ട് പറയാനുള്ളത് നിങ്ങൾ തുറന്നു പറയണം. ഡോക്ടറുടെ വാക്കുകൾക്ക് മുമ്പിൽ ആ പിതാവ് നിശ്ചലനായി നിൽക്കുകയായിരുന്നു. അയാൾക്കറിയുന്നില്ല, റബ്ബേ ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഒരു കാർ വളരെയധികം സ്പീഡിൽ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നത്. എവിടെ മുഹ്സിന എന്ന പേഷ്യൻ്റ്, അവൾ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടി വരുന്നത്. ഡോക്ടറോട് സംസാരിക്കുവാൻ തുടങ്ങുകയായിരുന്നു അവൻ. എൻ്റെ മകൻ, പറയൂ, നിങ്ങൾ മടിക്കാതെ കാര്യം പറയൂ. എൻ്റെ മകൻ്റെ ഭാര്യയാണ് ആ കിടക്കുന്ന മുഹ്സിന. പക്ഷേ പറയൂ മിസ്റ്റർ, എന്തുണ്ടെങ്കിൽ തുറന്നു പറയണം. ഡോക്ടറോട് ഒരിക്കലും കളവ് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവൾക്ക് വലിയൊരു വേദനയാണ് അവളുടെ ഭർത്താവ് സമ്മാനിച്ചിരിക്കുന്നത്. അതെന്താ, എന്തു പറ്റി? എന്നാൽ ഈ സമയം ICUവിൽ അവൾ ആകെ ടെൻഷൻ കൂടിക്കൂടി അവളുടെ ശ്വാസത്തിന് വരെ തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ ഓക്സിജൻസ് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലും അവളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടെൻഷൻ വരുമ്പോൾ അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. അവളുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ. ഒരു നിമിഷം ഹൃദയാഘാതം വരുമോ എന്ന് വരെ ഡോക്ടേഴ്സ് ഭയപ്പെടുന്നു. സിനാൻ ഓടിക്കിതിച്ച് വരികയാണ്. എവിടെ മുഹ്സിന എന്നുള്ള പേഷ്യൻ്റ്? അവർ ICUവിലാണല്ലോ. അതാ അവിടുന്ന് വലത്തോട്ട്. അവൻ ഓടിക്കിതക്കുന്നു. ICUവിൻ്റെ മുമ്പിൽ തൻ്റെ പിതാവ് ഇരിക്കുന്നു. ഡോക്ടറും അവിടെയുണ്ട്, അതുപോലെ തന്നെ ഇത്തയുമുണ്ട്. ഉപ്പാ! അവൻ ഓടിക്കുതിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. ആ വിളി കേട്ട് ആ പിതാവ് തിരിഞ്ഞു നോക്കി. മോനെ! ഉപ്പാ എവിടെ? മുഹ്സി എവിടെ? മോനെ! സത്യം പറഞ്ഞാൽ അവൻ്റെ ആ ഒരു വികാരം കണ്ട്, അവൻ്റെ അപ്പോഴത്തെ ആ മാനസികാവസ്ഥ കണ്ട് ആ പിതാവ് തന്നെ ഞെട്ടിപ്പോകുകയായിരുന്നു. ഡോക്ടറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സിനാൻ ഓടിക്കുതിച്ച് വരുന്നത്. ഉപ്പാ മുഹ്സി എവിടെ ഉപ്പാ? മോനെ, ICUവിലാണ്. ആരാ ഇവൻ? ഇവനാണ് മുഹ്സിയുടെ ഭർത്താവ്. കൺഗ്രാജുലേഷൻസ്. വരൂ മിസ്റ്റർ. എൻ്റെ പേര് പറഞ്ഞ് സിനാൻ. മിസ്റ്റർ സിനാൻ വരൂ. ഡോക്ടർ തന്നെ അതാ ICUവിലേക്ക് അവന് കൂട്ടിക്കൊണ്ടു പോകുന്നു. മരണത്തോട് മല്ലിടിച്ച് കിടക്കുന്ന നമ്മുടെ മുഹ്സിന ആകെ ടെൻഷൻ കൂടി ശ്വാസതടസ്സം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് കടന്നു. മുഹ്സിന ഒന്നിങ്ങോട്ട് നോക്കിക്കേ. അവളുടെ മാനസികാവസ്ഥ ആകെ താളം തെറ്റിയ പോലെയായിരുന്നു. സിസ്റ്റേഴ്സ് പറഞ്ഞു, ഡോക്ടർ ഇത് അല്പം സീരിയസ് ആണ്. ഹേയ്, എന്ത് സീരിയസ്? ഒന്ന് മാറിക്കേ. സിനാൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ ഡോക്ടർ അങ്ങോട്ട് വരുന്നു. മുഹ്സിന, ഹേയ് മുഹ്സിന. ഡോക്ടർ അവളെ തട്ടി വിളിക്കുന്നു. ഒന്ന് കണ്ണു തുറക്കുമോ? നിനക്ക് കഴിയുമെങ്കിൽ ഒന്ന് കണ്ണു തുറക്കുമോ മുഹ്സിന? ഇല്ല, കഴിയില്ല എന്നെക്കൊണ്ട്. മുഹ്സിന ഒന്ന് കണ്ണു തുറക്ക്. ഹേയ് സിനാൻ, ഒന്നിങ്ങ് വരൂ, ഒന്ന് വിളിച്ചേ. അവളുടെ അടുത്തേക്ക് നീങ്ങി കൊണ്ട് അവളുടെ മുഖത്തിനോട് മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വിളിക്കുന്നു. മുഹ്സി, എൻ്റെ മുഹ്സി, എന്തു പറ്റി നിനക്ക്? മുഹ്സി! സിനാൻ അവളുടെ ആ മുഖം വാരി പുണർന്നിരിക്കുന്നു. മുഹ്സി! അവൻ്റെ കണ്ണുനീർ അതാ മുഹ്സിനയുടെ മുഖത്തേക്ക് ഉറ്റി വീഴുന്നു. മുഹ്സി, എന്തു പറ്റി? ഇതാരെ വന്നിക്കണ് നോക്ക്, നിന്റെ സിനു ഇതാ വന്നിരിക്കുന്നു. ആ കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് ഉറ്റി വീണപ്പോൾ അവൾ അറിയാതെ ആ കണ്ണുകൾ തുറക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ മുഖം കണ്ടപ്പോൾ അവൾ എല്ലാം മറന്നു എഴുന്നേൽക്കുവാൻ വേണ്ടി അതാ ശ്രമിക്കുന്നു. സിനു എന്താ ഇവിടെ? മുഹ്സി, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയത്?
ഇക്കാൻ്റെ കുട്ടീനെ കൊണ്ടുപോകാൻ വന്നതല്ലേ ഞാൻ. എന്താ അപ്പോഴേക്കും ഹോസ്പിറ്റലിലായത്? സിനു, എനിക്ക്... അവർ രണ്ടുപേരും ആ നിമിഷങ്ങളിൽ അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ചുറ്റും കൂടിയവരെല്ലാം ആ രംഗം കണ്ട് കരയുകയായിരുന്നു, ഡോക്ടറും നഴ്സുമാരടക്കം. ഇക്കാൻ്റെ കുട്ടീനെ ഇട്ടിട്ട് ഒന്നും ചെയ്യൂലല്ലോ. ഇക്കാൻ്റെ കുട്ടീനെ കൊണ്ടാകാൻ വന്നതല്ലേ ഞാൻ. ഇതാ കണ്ടില്ലേ, എൻ്റെ കയ്യിലെന്താ നോക്കുന്നത്? മോൾക്ക് പോരാനുള്ള ടിക്കറ്റും വിസയാണ്, കണ്ടില്ലേ? സിനാൻ കരഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ സിനു, സത്യമാണോ ഞാൻ കേൾക്കുന്ന? സത്യമാണോ? അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്വപ്നത്തിലെന്ന വണ്ണമാണ് അവൾ അവിടെ പ്രതികരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, സിനാൻ പ്ലീസ് അല്പസമയം ഒന്ന് മാറി നിൽക്കണം. അവളോട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പക്ഷേ അവൾ പഴയ രീതിയിലേക്ക് വരുവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം അവളുടെ മനസ്സിൻ്റെ ഭാരം ഒന്ന് പോയെന്ന് തോന്നുന്നു. ഇനി സ്വപ്നമാണോ അല്ലയോ എന്ന് അവൾക്കൊന്ന് കൺഫേം ചെയ്യാനുണ്ട്. ഓക്കെ സിനു, അല്പം ഒന്ന് മാറിയിരിക്കണേ. ഡോക്ടേഴ്സ് അവളുടെ ചുറ്റും കൂടി നിന്നു. മുഹ്സിന, എങ്ങനെയുണ്ട്? എന്തിനായിരുന്നു നീ ടെൻഷനായത്? ഹേയ് ഒന്നുമില്ല. എന്നാലും പറ, ഞങ്ങളോട് പറഞ്ഞൂടെ? അത് അവൾ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നു. അപ്പോൾ നീ ഈ ഒരാളെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കൊതിച്ചത്? അതെ, ഡോക്ടർ എനിക്ക് സന്തോഷമായി. സെനുവിനെ ഒന്നും കൂടി വിളിക്കുകയോ, എനിക്കൊന്നും കൂടി കാണാനാ? കാണാം കേട്ടോ. നമുക്ക് ഈ ഗ്ലൂക്കോസൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഓക്സിജനൊക്കെ ഒഴിവാക്കിയിട്ട് നീ നല്ല രീതിയിൽ ശ്വാസം എടുത്ത് റെഡിയായിട്ട് നമുക്ക് സെറ്റാക്കി വിളിക്കാം. ഓക്കെ, അതല്ല നല്ലത്. ഇപ്പോൾ തൽക്കാലം കണ്ടില്ലേ, ആൾ പുറത്തുണ്ട്. നിൻ്റെ ഭർത്താവ് ആയ സിനാൻ എന്ന വ്യക്തി പുറത്തുണ്ട്. ഭർത്താവിൻ്റെ ഉപ്പയുണ്ട്, ഭർത്താവിൻ്റെ സഹോദരിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഉമ്മ എവിടെ? ഡോക്ടറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവളൊന്നും മിണ്ടുകയില്ല. വേണ്ട, എന്തിനാ? അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നിൻ്റെ മനസ്സിലുള്ള ഭാരം, വിഷമം എന്തായിരുന്നു? അതൊക്കെ ഞങ്ങളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പഠനം കൂടി നടത്താമായിരുന്നു ഇതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് മുഹ്സിനെ സ്റ്റേജിലേക്ക് എത്തിയതെന്ന്. ഉപ്പയുടെ മുമ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു സിനാന്. ഉപ്പ, ഞാൻ പൊന്നു മോനെ, എന്തിനായിരുന്നടാ ആ കുട്ടീനെ എടുക്കാറാക്കിയത്? ഉപ്പ, ഞാനല്ല, ഉമ്മക്ക് വേണ്ടി ചെറിയൊരു നാടകം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കെൻ്റെ മുഹ്സിനെ നല്ല ഇഷ്ടമാണ്. അവളോടുള്ളത്ര സ്നേഹം എനിക്ക് ആരോടുള്ളൂപ്പ. പക്ഷെ ഉമ്മ നിരന്തരം വിളിച്ച് ഓരോന്ന് പറയുന്നു. നിരന്തരം വിളിച്ച് അവളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഉമ്മ പറയാണ്, മോനെ വേറൊരു പെണ്ണിനെ എന്തായാലും നീ നോക്കണം, അല്ലാതെ നടക്കൂലടാ എന്ന് തന്നെ വിളിച്ച് പറയും. ഒരുപാട് കുറ്റങ്ങൾ. ഒടുവിൽ ഞാൻ ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ, ആയിക്കോട്ടെ, നമുക്ക് വേറെ നോക്കാം, പ്രശ്നമല്ല. അതിനെന്താ, എത്ര പെണ്ണ് ഓരോരുത്തർ കിട്ടുന്നു. അങ്ങനെയാണിപ്പാ ഞാൻ ഉമ്മയോട് ആ കാര്യം പറഞ്ഞ് ഉമ്മയെ സന്തോഷിപ്പിച്ചത്. മോനെ, അപ്പോൾ ആ പെണ്ണ്? അതെ ഉപ്പ, ആ പെണ്ണ് നമ്മളെ വീട്ടിലേക്കുള്ളതാണ്. പക്ഷേ അവളെ എന്താടാ, എന്തൊക്കെ തന്നെയാണ് അവളെ നിൽക്കാൻ കഴിച്ചില്ലേ? ഉപ്പ, ആ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ അല്ലാ പഠിച്ചോനെ. മോൾട്ടി അത് കേട്ട് സന്തോഷിച്ചു. മോനെ സിനു, അപ്പോൾ നമ്മൾ ഈ കല്യാണമൊക്കെ എന്ത് കല്യാണ? ഇത്ത, അതൊക്കെയുണ്ട്. ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി അതൊക്കെ പറയാം. അങ്ങനെ അതാ സിനാനെ വീണ്ടും ഡോക്ടർ വിളിക്കുന്നു. മുഹ്സിനയുടെ കൂടെയുള്ള അവളുടെ ഹസ്ബൻഡ് ആൾക്ക് കാണണമെന്ന് പറയുന്നു. സിനാനെ ഓടിയെത്തി. മുഹ്സി, എന്തു പറ്റി? അവളുടെ ആ മൃദുലമായ കൈകൾ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ മുഹ്സി, ഇക്കയോട് പൊറുക്കണം കേട്ടോ. ചെറിയൊരു നാടകം, അതേ ഉള്ളൂ. അല്ലാതെ സിനു, ഞാൻ ഒരു കാര്യം പറയാം. എന്തൊക്കെ തന്നെയാലും എനിക്ക് സന്തോഷമായി എൻ്റെ ജീവിതത്തിൽ. സിനു എന്നെ എത്രക്കും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ തെറ്റിദ്ധരിച്ചതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് എന്തൊക്കെ വിചാരിച്ചു, അതുകൊണ്ട് എനിക്ക് സുഖമില്ലാതായി. സിനു, ഞാൻ നിങ്ങളോട് പറയാണ്. എന്താ മോളെ? സിനു, ഞാൻ ഏതായാലും ഇങ്ങനത്തെ വയ്യാത്തൊരു പേഷ്യൻസായി മാറി. എൻ്റെ ശരീരത്തിൽ എന്തോ കലർന്നിട്ടുണ്ടെന്നോ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇനി എനിക്ക് സിനാൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പോൾ സിനു നിക്കാഹ് കഴിച്ച ആ ഒരു പെണ്ണിനെ നല്ല രീതിയിൽ നോക്കണം, അവളുടെ കൂടെ തന്നെ
എൻ്റെ സിനു ജീവിക്കണം. മുസി, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ കരുതിയതും വിചാരിച്ചതും ഒന്നും ശരിയല്ല. അതൊക്കെ തെറ്റാണ്. അതൊന്നും യാഥാർത്ഥ്യമല്ല. നീ മനസ്സിലാക്കണം. നിന്നെ ഓർത്തുകൊണ്ട് മാത്രം, നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു നാടകം കളിച്ചത്. എനിക്ക് നിന്നെ വേണം, നിൻ്റെ കൂടെ ജീവിക്കണം. അതുകൊണ്ട് മാത്രം, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം അവിടെ കണ്ണീരൊഴുക്കിയത്. നീ മെസ്സേജ് അയക്കുമ്പോഴും ഞാനതിന് റീപ്ലൈ തന്നിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഉമ്മയുടെ ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ. അതിനു വേണ്ടി മാത്രം. എൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ തന്നെയാണ് അവളെ ഞാൻ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്. ഒരിക്കലും അതെൻ്റെ ഭാര്യയല്ല. അവളെ ഞാൻ നിക്കാഹ് കഴിച്ചിട്ടുമില്ല. അത് നമ്മളുടെ വീട്ടിലേക്ക് ഒരാളെ വേണം എന്ന് കരുതിയുകൊണ്ട് എല്ലാവരും കൂടി ഒത്ത് കളിച്ച ഒരു കളിയാണ്. പക്ഷേ ആ പെണ്ണ്, അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയാം. ഒരിക്കലും അതെൻ്റെ പെണ്ണല്ല. എനിക്ക് ദുനിയാവിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ. അതെൻ്റെ മുഹ്സിനെയാണ്. എന്താ സിനാൻ അവളെ കോരിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാം കരഞ്ഞു പോവുകയായിരുന്നു അവരുടെ ഈ ഒരു പ്രകടനം കണ്ട്. എന്നാലും സിനാൻ, നീ ഞെട്ടിച്ച് കളഞ്ഞല്ലോ. തീരെ വയ്യാതിരുന്ന പേഷ്യൻറ്റിനെ നീ ചിരിപ്പിച്ച് കളഞ്ഞല്ലോ. അവൾ ചിരിക്കുകയാണ്. സിനു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പം ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. അതെ, നീ കണ്ടത് വലിയൊരു സ്വപ്നമായിരുന്നു. ഒരിക്കലും നീ അല്ലാത്തൊരു ജീവിതം എനിക്കുണ്ടോ പെണ്ണേ? കുറച്ച് ദിവസം നിന്നോട് എനിക്ക് വിലങ്ങടിച്ച് നിൽക്കേണ്ടി വന്നു. എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇന്നു മുതൽ നീ എൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് നിന്നെ വേണം എന്നുള്ള ഒരു യാഥാർത്ഥ്യ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാസത്തോളം ഈ ഒരു കളി കളിച്ചത്. ഇൻഷാ അല്ലാഹ് ദാ നമ്മൾ പറക്കും വൈകാതെ. പക്ഷേ ഉമ്മ ഇതറിയുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അതിനു മുമ്പായിട്ട് നമുക്കിവിടെ നിന്ന് എന്താ കൂടെ പോരൂലേ എൻ്റെ? ഞാൻ വരാം സിനു. എന്നാലും എന്ത് ഇത്രയധികം? ഹേയ്, അതൊക്കെയല്ല. ഇനി മുതൽ നമ്മൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. എന്തൊക്കെ തന്നെ ഉമ്മാക്ക് നല്ല തറവാടുള്ള, നല്ല കുലീനയായ, നല്ല തറവാടിത്തം, സമ്പത്ത്, സൗന്ദര്യം എല്ലാം കൂടി ഇണങ്ങിയ ഒരു പെണ്ണിനാണ് ഉമ്മാക്ക് വേണ്ടത്. അത് ഉമ്മാക്ക് ഞാൻ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുസ്സിയെ ഒരു ദിവസം പോലും അവിടെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്താ, നമുക്ക് പോയാലോ? സിനാൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സമയം കരയുകയാണ്. അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും ആവലാതിയുമെല്ലാം അവിടെ അതാ കണ്ണീരിലൂടെ ഒലിച്ച് എല്ലാതായി തീരുന്നു. ഒരു നിമിഷം സിസ്റ്റർ പറഞ്ഞു, സിനാൻ, മുഹ്സിന, ഇത് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അല്ല, ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അതാവാം. എന്തേ? അത് കേട്ട് സിനു പറഞ്ഞു, സിസ്റ്ററെ, ഇന്ന് വേണ്ട. തൽക്കാലം എൻ്റെ പെണ്ണിന് ഒരു കുപ്പി ഗ്ലൂക്കോസ് കൂടി കൊടുക്ക്. അവളുടെ ക്ഷീണം മാറിയിട്ട് ഞങ്ങളങ്ങ് പോയിക്കോളാം. എന്തേ? അത് കേട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും അതാ ചിരിക്കുന്നു. കണ്ണീരോടെയുള്ള ആ ഒരു പുഞ്ചിരി, അതിൽ ഉപ്പയും മോൾട്ടിയും എല്ലാവരും പങ്കെടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ജീവിതം എങ്ങനെയായി തീരും? നാളെ സിനാനും ഉപ്പയും മോൾട്ടിയും ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും അവസ്ഥ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരുപാട് ആളുകളെ കരയിപ്പിച്ചുല്ലേ. ഞാൻ ഇതിൻ്റെ മുൻ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കണ്ണീരോട് എനിക്ക് കമൻറ്റ് ചെയ്യണത്, എന്താ സെൽവ ഇത് ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ 2 ഭാര്യമാരുണ്ടോ എല്ലാവർക്കും? അങ്ങനെ നിങ്ങളുടെ നാട്ടിലെ ഫാഷനാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻസൊക്കെ ഇട്ടു. അപ്പോഴെല്ലാം അറബിയമ്മ പറയാറുണ്ടായിരുന്നല്ലോ നമ്മുടെ മുഹ്സിനയോട്, മുഹ്സിയെ, മോളെ മുഹ്സിന, ക്ഷമിക്കണം. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. നമ്മുടെ മുഹ്സിന ഇവിടെ ക്ഷമിച്ചു. അപ്പോൾ അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് നൽകി കഴിഞ്ഞു. എല്ലാ കാര്യത്തിനും ക്ഷമ വേണം. ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് അതിനുള്ള ഉത്തരം നൽകും എന്നുകൂടിയുള്ള ഒരു കാര്യമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങളൊരുപാട് നമ്മൾ കരയിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. പലരും പറഞ്ഞു ഈ കഥ കേൾക്കാൻ കഴിയണില്ല, ഇന്നും കരയാൻ വയ്യാന്ന്. അപ്പോൾ ഇന്നെല്ലാം എല്ലാവരും ഒന്ന് ചിരിക്കണം ഇത് കേട്ടിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളത്തെ കഥയിലേക്ക് കടക്കാം. നമ്മുടെ റഷീദ് ഉമ്മയുടെ സ്ഥിതി ഇനി എന്താവും?
അവിടുത്തെ മണവാട്ടി എന്തായിത്തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും പരസ്പരം ദുആ ചെയ്യട്ടോ, പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടാക്കിയാൽ കടുപ്പം കാട്ടില്ല, അതിനുള്ള ശിക്ഷ പടച്ച റബ്ബ് നമുക്ക് നൽകും അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നൽകും. അങ്ങനെയാണല്ലോ, ദുനിയാവ് തന്നെ കിട്ടും. അങ്ങനെയുള്ളതിനൊരു ഉദാഹരണം കൂടിയാണിത്. ഇനി നമുക്ക് റഷീദമ്മയുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ കുറച്ച് സ്റ്റോറി ബാക്കിയുണ്ട് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ നൂർ ഫാത്തിമയുടെ കഥ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്താ നൂർ ഫാത്തിമയുടെ വിവരം, അറബിയുമ്മയുടെ വിവരം? അൽഹംദുലില്ലാ, അറബിയുമ്മ നൂർ ഫാത്തിമ ഉസ്താദ് സുഖമായി അവിടെ കഴിയാണ്. കൂടാതെ ലൈലിയും മക്കളും ഉണ്ട് ഒരു ഭാഗത്ത്. പിന്നെ നൂർ ഫാത്തിമയുടെ ഉസ്താദിൻ്റെയും പ്രിയപ്പെട്ട ആ പൊന്നുമോനെ റൗള ഷെരീഫിലേക്ക് അറബിയുമ്മ കൊണ്ടുപോകും. ഇൻഷാ അല്ലാ, ആ കഥകളൊക്കെ ആയിട്ട് നമുക്ക് വരാട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നുസൈബ കാണാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നോട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും അതും കാണണം, മറക്കരുതേ. അതുപോലെ നമ്മുടെ ഹിദായത്ത് സ്റ്റോറിയും ജസീന എന്ന ഫർസാനയുടെ സ്റ്റോറിയും കാണാൻ മറക്കല്ലേ. അപ്പോൾ 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ. അപ്പോൾ എന്തായാലും പടച്ച റബ്ബ് നിങ്ങൾക്കൊക്കെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.